കൂട്ടുകാരിയിലെ ഇന്നത്തെ അതിഥി ശ്രീപക്ഷ പ്രവർത്തകനും എഴുത്തുകാരിയും MG യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയുമായ ശ്രീമതി S. മാധവിയാണ്. ഇന്നത്തെ വിഷയം കുടുംബവും ലിംഗപദവും. ഈ വിഷയമായി സംസാരിക്കാൻ വിളിക്കുകയാണ്. നമസ്കാരം. ഇപ്പോൾ കുടുംബം എന്നുള്ളത് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ അത്ര ചർച്ചയ്ക്ക് വരാത്തൊരു വിഷയമാണ്. എന്താണ് കുടുംബം എന്നുള്ള വിഷയത്തെ ചർച്ചയ്ക്കെടുക്കേണ്ടതെന്ന് പറയുന്നത്? കുടുംബമെന്ന വിഷയം ചർച്ചയ്ക്കെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ ലിംഗപദവി പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെയാണ്. അതായത് കാലകാലങ്ങളായിട്ട് നമുക്ക് വളരെ ഈ തരത്തിൽ തന്നെ ഉള്ളൊരു രൂപത്തിലും ഘടനയിലും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് കുടുംബം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അതിലേർപ്പെടുന്നത്. ആ ഒരു കുടുംബപരമായ കാര്യങ്ങളിലും ജീവിതത്തിലും ഏർപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു പുരുഷനും ഈ കുട്ടികൾ ഇങ്ങനെയുള്ള ആ ഒരു ജീവിത രീതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന, നമ്മുടെ നാട്ടിലെല്ലാം മിക്കവാറും എല്ലാ നാടുകളിലും ഉള്ള ഒരു രീതിയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ വെസ്റ്റേൺ കൺട്രീസും ഈ ഇവിടെയും ഒക്കെ നോക്കുമ്പോൾ ഒരു വ്യത്യാസങ്ങളൊക്കെ കാണും. അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം ചരിത്രപരമായി നോക്കിയാൽ തന്നെയും ഈ ഒരു നിലനിൽക്കുന്ന ഇതേ രൂപത്തിൽ മാത്രമല്ല എപ്പോഴും കുടുംബം ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് സ്ത്രീ പുരുഷ റോളുകൾ നമ്മൾ നിർവഹിക്കുന്നത് അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഇടപെടലുകളുടെയൊക്കെ ഇടയിലുള്ള വിവേചനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിലെ സ്ത്രീപുരുഷ വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിൻ്റെ സ്ത്രീപുരുഷ വിവേചനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ എന്നുള്ള ഒരു അഭിപ്രായം. ലിംഗപദവി എന്ന വാക്ക് നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ്. ജനറൽ വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. എന്താണ് ലിംഗപദവി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ലിംഗപദവി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്ത്രീയെയും പുരുഷനെയും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് നല്ല അപ്പം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി എന്താണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ അറിയാൻ ലാൻഡ് ഷീറ്റൊക്കെ പൊതുവെ തിരിച്ചെടുക്കേണ്ടല്ലോ. അപ്പം അതിൽ ഈ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളത് സ്ത്രീയും പുരുഷനായി വളർന്നു വരുമ്പോൾ ആ വളർന്നു വരുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാമൂഹ്യ സ്ഥാപനം കുടുംബമാണല്ലോ. ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ മറ്റു സ്ഥാപനങ്ങളുണ്ട്, സ്കൂള് കോളേജ് ഇങ്ങനെയൊക്കെ പല മറ്റു മതത്തിൻ്റെയും ജാതിയുടേതെയും അങ്ങനെയുള്ള പല ഇൻഫ്ലുവൻസും പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആൾക്കാർ വളരുന്നത്. പക്ഷെ ഇതിൽ ബേസിക്കായിട്ട് സ്ത്രീയും പുരുഷനും മാറ്റിയെടുക്കുന്നതിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, അവളുടെ വൈകാരിക ശാരീരിക തലങ്ങൾ എങ്ങനെ നിർമ്മിച്ചെടുക്കപ്പെടണം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഭയങ്കരമായ ഒരു ആശയങ്ങളുടെ അടിത്തറ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അതിനൊക്കെ അറിയാം. ജനസമൂഹത്തിൽ പൊതുവെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പൊതുവെ കാഷ്വലായിട്ട് ഓരോരുത്തരുടെ കമൻസ് കേൾക്കാനും അതൊക്കെ ഒരു സ്ത്രീയാണോ, ഇതൊക്കെ അല്ലെങ്കിൽ അതൊക്കെ ഒരു പുരുഷനാണോ, അങ്ങനെയുള്ള അത് ഇതിൻ്റെ സ്ത്രീയെ പറ്റിയും പുരുഷനെ പറ്റിയും നമുക്കുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റുകൾ എങ്ങനെ ഉണ്ടായി വരുന്നു, ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് സ്ത്രീയുടെയും പുരുഷനെയും അങ്ങനെ തീരുമാനിക്കുന്ന അതിൻ്റെ അടിസ്ഥാനമാണ് ലിംഗപദവി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഫെമിനിസ്റ്റ് ഒരു ചിന്താ പദ്ധതിയിൽ, സ്ത്രീപക്ഷ ചിന്താ പദ്ധതിയിൽ എങ്ങനെയാണ് നമുക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഇടയ്ക്കുള്ള ഈ വിവേചനത്തെ പറ്റി സംസാരിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ടൂൾ മാതിരി ജെൻഡർ എന്നുള്ള ഒരു ലിംഗപദവി കൺസെപ്റ്റ് ആ തരത്തിലാണ് അതിനെ അതിനെപ്പറ്റി ഉള്ള തിയറീസൊക്കെ വാസ്തവത്തിൽ വന്നിട്ടുള്ളത്. മാത്രം ഈ തിയറീസ് എന്ന് പറഞ്ഞാൽ സിദ്ധാന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ കാണാവുന്നതുമാണ്. അപ്പോൾ ലിംഗപദവി ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൺകുട്ടികളായാൽ എന്തൊക്കെ വിധത്തിലുള്ള വൈകാരിക ആയിട്ട് അവർക്ക് പേടിയുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ധൈര്യം കുറവായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ നീ എന്തിനും മരം കയറിയെന്ന് ചോദിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേമാതിരി പുരുഷന്മാരാണെങ്കിൽ നീ ആ മരത്തിൽ കയറി ഒന്ന് ഒരു മാങ്ങ വെച്ചിട്ട് പോകാന്ന് പറയും. അപ്പോൾ പെൺകുട്ടി സ്വയം തോന്നിയിട്ട് അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അയ്യോ നീ എന്തിനാ മരത്തിൽ കയറിയതെന്ന് ചോദിക്കും. അതേമാതിരി ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വീട്ടിൽ നിന്നുണ്ടാവുന്നതും നാട്ടിൽ നിന്നൊക്കെ പിന്നീട് അങ്ങോട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിലേക്ക് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇതന്നെയാണ് നമ്മൾ ലിംഗപദവി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സംഭവങ്ങൾ. അതായത് സാമൂഹ്യ നിർമ്മിതിയാണ് ജെൻഡർ എന്നുള്ള സാധനങ്ങളാണ് ഒരു തരത്തിലുള്ള വാദഗതി. അപ്പം ഒരിടത്ത് പറഞ്ഞാൽ മുൻകാല തുടക്കത്തിൽ ഇപ്പോൾ സ്ത്രീപക്ഷവാദത്തിൻ്റെ തുടക്കത്തിൽ 5 വർഷത്തെ പഴക്കം നമുക്ക്